നമസ്കാരം ഗൈസ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ജിലു ബേബിയുടെ കണ്ണിൽ കൂടി അവളുടെ ഒരു ദിവസം. അവള് ഇപ്പം ഞങ്ങൾ ഈ വ്ളോഗൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ഈ ക്യാമറ ഓൺ ആക്കുമ്പോൾ അതിലോട്ട് നോക്കി ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നത്. അതേപോലെ അവള് ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ഇന്ന് ഞങ്ങൾ 7 മണിയോടെ ഉറക്കം എണ്ണീറ്റു. ഇപ്പോൾ പുതിയതായിട്ടുള്ള റുട്ടീനിൽ ഞങ്ങളുടെ ഉറക്കം എണ്ണിക്കൽ ഇച്ചിരി നേരത്തെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ 8 മണി 9 മണിക്ക് ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ എണ്ണിക്കാറുള്ളൂ. ജിലുവിൻ്റെ രാവിലത്തെ ശീലമാണ് ഉറക്കം എണ്ണീറ്റ ഉടൻ തന്നെ കുറച്ച് വെള്ളം കുടിക്കുക. അത് ആക്ച്വലി അപ്പൻ ശീലിപ്പിച്ചാണ്. അപ്പന് വർഷങ്ങളായിട്ടുള്ള ഒരു ശീലമാണ്. ഉറക്കം എണ്ണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ബെഡിൽ ഇരിക്കുക തന്നെ വെള്ളം കുടിക്കും. അത് മോളെ അതേപോലെ ശീലിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊന്നും ഇതേ കണക്കൊരു ഡ്രാമ ക്യൂൻ ആകാനായിട്ടാണ് അവൾ പഠിച്ചിട്ടുള്ളത്. ഒരു 1.5 വയസ്സിന് ശേഷം മിക്ക കുട്ടികളും കാണിക്കാറുള്ള ഒരു 3 വയസ്സ് വരെ ഇങ്ങനത്തെ കുറച്ച് അറ്റൻഷൻ സീക്കിങ് കാണിക്കാറുണ്ട്. നമ്മുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവർ എന്തും കാണിക്കും. ഇന്നതേ ഇതേ കണക്ക് തറയെ കിടന്നാണ് ജിലുവിന് ഞങ്ങളുടെ അറ്റൻഷൻ വേണ്ടത്. ജിലുവിന്റെ പേസ്റ്റ് ഇതാണ്. ജിലു തയ്ക്കുന്ന പേസ്റ്റ് ആൻഡ് ഇത് ജിലുവിന്റെ ബ്രഷ് അല്ലേ. നമ്മൾ രാവിലെയും രാത്രിയും ഇങ്ങനെ എടുത്തിട്ടൊരു മിനി പേസ്റ്റ് എടുക്കും. പക്ഷെ പല്ലില്ല ജിലുവിന് തേക്കാൻ. ആകെ 4 പല്ലേ ഉള്ളൂ. കാണിച്ച് കാണിച്ച് കണ്ടു 4 പല്ല്. ഇനി നോക്കട്ടെ കാണിച്ച്. ഞങ്ങൾ ആദ്യം നാക്ക് കാണിക്കും, ചുണ്ട് കാണിക്കും, പേസ്റ്റ് തിന്നും. എന്നിട്ടൊന്ന് കാണിച്ച് കാണിക്ക്. വെരി ഗുഡ്. തുപ്പ്. എഡിബിൾ പേസ്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. തുപ്പ്. അങ്ങനെ ഞാൻ ദാ സുന്ദരീനെ നന്നായി ഒരുക്കി പറഞ്ഞു വിടുന്നുണ്ട്. അവൾ പോയി റെഡിയായി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം എടുത്തു. എനിക്ക് ഒരുങ്ങി ഞങ്ങൾക്ക് വെളിയിൽ പോകാം. ബസ് വരാൻ സമയമായി. ഇറങ്ങി. ഞങ്ങൾ അടുത്ത വീട്ടിലെ പിള്ളേരെ സ്കൂൾ ബസ് കയറ്റി വിടാൻ വേണ്ടി പോവുകയാണ്. സമയം ഇപ്പം 8:10. ഫോൾ ആയതുകൊണ്ടും സമ്മർ ഓൾമോസ്റ്റ് തീരാറായതുകൊണ്ടും രാവിലെ വെളുക്കുന്നതൊക്കെ ഭയങ്കര ലേറ്റായിട്ടാണ്. അല്ലെങ്കിൽ ഈ സമയം നല്ല സൂര്യപ്രകാശം ഉണ്ടാകുന്ന സമയമാണ്. ഇനിയിപ്പോൾ പോകെ പോകെ ഞങ്ങൾ ഈ 8 മണിക്ക് ഇറങ്ങുമ്പോൾ നല്ല ഇരുട്ടായിരിക്കും. അതായത് ഞങ്ങളിപ്പം എത്തി. ഇനി പിള്ളേരെ വിളിച്ച് സ്കൂൾ ബസ്സിൽ കയറ്റി വിടാം. ജിലുവിനെ നടക്കാൻ നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഇന്നൊന്നും അവിടെ എത്തത്തില്ല. സ്ലോ വാക്ക് ചെയ്യും. I don't even care if I get okay, whatever. We are just keeping her on. Okay, going. ഈ പിള്ളേരെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ജിലുവിൻ്റെ മുഖം അങ്ങ് വാടും. അവൾക്ക് എന്തോ അതിൽ കയറിപ്പോകാനായിരിക്കത്തില്ല, പക്ഷേ അവൾക്ക് പെട്ടെന്ന് അവരെ മിസ് ചെയ്യുന്നതൊക്കെ കാണിക്കും. അമ്മ തുറന്നു തരണോ ജിലു? ഓപ്പൺ ചെയ്യട്ടെ? വേണ്ടേ? ഓക്കെ. ഒരു 3-4 തവണയായി പിള്ളേരെ ഡ്രോപ്പ് ചെയ്യുകയും പിക്ക് ചെയ്യുകയും ചെയ്തിട്ട്. പക്ഷെ ഇന്ന് എനിക്ക് ആക്ച്വലി കുറച്ച് വിഷമമായി കേട്ടോ. എന്താന്ന് വെച്ചാൽ
പിള്ളേർ രണ്ടുപേരും ഈ ഇടയ്ക്ക് ഇച്ചിരി സ്ഥലമൊക്കെ മാറി ഇങ്ങോട്ട് വന്നപ്പം അവർ വീട്ടിൽ വലിയ ഫ്രണ്ട്സ് ഒന്നുമില്ല അവർക്ക് ചുറ്റുമേ. അപ്പോൾ അവർ വീട്ടിൽ തന്നെയാണ്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും. നമ്മളൊക്കെ നമ്മുടെ സിബ്ലിങ്സുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുള്ളതല്ലേ, അത് കണക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും. ഞാൻ എൻ്റെ അനിയത്തിയായിട്ട് അടിയുണ്ടാക്കിയതിൻ്റെ 7 അയലത്ത് വരത്തില്ല ഈ പിള്ളേർ തമ്മിലുള്ള ഫൈറ്റ്. ആദ്യം അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടി ഉണ്ടാക്കുന്നുണ്ടപ്പോൾ എനിക്ക് ആകെ ഒരു ടെൻഷനായി, ഇതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ അവന്മാർക്ക് തന്നെ അതിൻ്റെ ഒരു കൺട്രോൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. പക്ഷേ തൊട്ടടുത്ത് നിന്ന പിള്ളേരുടെ അമ്മമാരൊക്കെ അവരുടെ പിള്ളേരോട് പറഞ്ഞാൽ ഡോണ്ട് ടോക്ക് ടു ദം. അതെന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച്. ഈവൻ അതെൻ്റെ പിള്ളേരല്ലെങ്കിൽ പോലും ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അവർ എൻ്റെ പിള്ളേരെ പോലെ തോന്നി. ഇതിന് ഞാനിപ്പോൾ എന്താ ചെയ്യുക? കാരണം എനിക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാം, പോട്ടെ അത് വല്ലവരുടെയും പിള്ളേരല്ലേ എന്ന് ചിന്തിക്കാം. പക്ഷേ എനിക്കെന്തോ അവന്മാരുമായിട്ട് കുറച്ച് അടുത്ത എണ്ണമൊക്കെയാണ്, അതുകൊണ്ടാണ് എനിക്ക് ആകെ ഒരു വിഷമമായി. വീട്ടിൽ വന്ന് കയറിയ ഉടൻ തന്നെ ഞങ്ങൾ ഷൂസും കോട്ടും ഒക്കെ ഊരി ഒന്ന് ഫ്രഷായി. ജിലുവിന് ഞാനൊരു സ്നാക്സ് കൊടുക്കുകയാണ്, കാരണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കുറച്ച് സമയം വേണം. അപ്പോൾ ആ ഒരു സ്നാക്സിൽ അവൾ പിടിച്ചു നിൽക്കും. എന്തോ പഴയ പോലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഇരിക്കുന്നില്ല. ഇപ്പം വന്ന് കിച്ചൺ കൗണ്ടറിലിരുന്നാണ് കഴിക്കുന്നത്. അവിടെ ഇരുത്തി ശീലിച്ചുകൊണ്ടായിരിക്കും. മുട്ട പുഴുങ്ങിയതാണ് ജിലുവിൻ്റെ ഫേവറേറ്റ് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. മുട്ട പുഴുങ്ങിയതിൻ്റെ കൂടെ സോസേജോ ബേക്കനോ എന്ത് കൊടുത്താലും കഴിക്കും. പക്ഷെ മുട്ട നിർബന്ധമാണ്, അതും പുഴുങ്ങി തന്നെ കഴിക്കണം. ഈ കുട്ടികൾക്കൊക്കെ അമ്മമാരുടെ അപ്പന്മാരുടെയൊക്കെ ചെറിയ ശീലങ്ങളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ. ലുക്കിൽ മാത്രമല്ല അവർക്ക് സ്വഭാവങ്ങളിലും അങ്ങനെ കാണിക്കാറുണ്ട്. പക്ഷെ ഇതൊരു സ്വഭാവമായിട്ട് കൂട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഞാനും ഈ മുട്ട പുഴുങ്ങിയതാണ് എനിക്കിഷ്ടം. എനിക്ക് വേറെ എങ്ങനെ ഉണ്ടാക്കിയതിനേക്കാളും എനിക്ക് മുട്ട പുഴുങ്ങി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ജിലു ഈ മുട്ട പുഴുങ്ങിയതിനോടുള്ളൊരു സ്നേഹം കാണിക്കുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. പക്ഷെ അതങ്ങനെ വലിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും പേരൻസിൻ്റെ ചില സ്വഭാവങ്ങളൊക്കെ കുട്ടികൾ കാണിക്കാറുണ്ട്. അതൊക്കെ ജിലുവിന് ഞങ്ങളുടെ 2 പേരുടെയും നല്ലതും ചീത്തയതുമായ സ്വഭാവങ്ങൾ കിട്ടിയിട്ടുണ്ട് അവർക്ക്. ഏതായാലും ഡോക്ടർ ഞങ്ങളോട് ജിലുവിന് പാല് കൊടുത്തു തുടങ്ങാൻ പറഞ്ഞായിരുന്നു, പശുവിൻ്റെ പാലേ. അതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ജിലുവിൻ്റെ ആദ്യം ഒരു സ്കിംഡ് മിൽക്കോ അല്ലെങ്കിൽ ഇതിനൊക്കെ ചോക്ലേറ്റ് മിൽക്കോ കൊടുക്കാറുണ്ട്. അതും കുടിച്ചിട്ട് അവളുടെ മിസ് റേച്ചൽ ടൈമാണ്. ഇപ്പോൾ ഒരു 2 മണിക്കൂറോളം ഇരുന്ന് പറ്റുമെങ്കിൽ അതിൽ കുറവായിരിക്കും മിക്കപ്പോഴും ഇരുന്ന് കണ്ട് തലയൊക്കെ ആട്ടി പാട്ടൊക്കെ പാടിയിരിക്കും. അതിനുശേഷം ഞങ്ങൾ പോയൊന്ന് ഫ്രഷ് ആകും, ഡൈപ്പറൊക്കെ മാറ്റി പുതിയ ഉടുപ്പൊക്കെ ഇട്ട്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഉടുപ്പിലെല്ലാം അവള് എന്തെങ്കിലും കറയൊക്കെ ആക്കിയിട്ടുണ്ടാവും.
ലഞ്ചിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് ഞാൻ. കാരണം ഇപ്പോൾ കളിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾ ഉടനെ ഉറങ്ങും. ആ ഉറങ്ങി കിട്ടുന്ന സമയത്തുണ്ടല്ലോ ഒരു 2-3 മണിക്കൂറുണ്ടാവും. ആ സമയം വീട്ടിലെ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കിട്ടുന്ന സമയമാണ്. അന്നേരം മാത്രമേ എനിക്ക് സാധാരണ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ എന്തെങ്കിലും ഫോൺ എടുക്കുവോ എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവൾ എൻ്റെ അടുത്ത് തന്നെ ഒന്നും മാറില്ല. സോ ആ ഒരു പ്രഷ്യസ് വളരെ വിലപ്പെട്ട സമയം വെറുതെ പാത്രം കഴുകി തീർക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ജിലു ഉണർന്നിരുന്ന് കളിക്കുന്ന സമയത്ത് പാത്രം കഴുകിയും ഫുഡിനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞൊക്കെ വെക്കുകയായിരുന്നു. ജിലു താഴെ ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഏത് നിമിഷം വേണമെങ്കിലും അവൾ എന്നെ വിളിച്ച് കൊണ്ടുപോകും. അവൾക്കൊന്ന് പാല് കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഉറങ്ങിക്കോളും. അന്നേരം ആ ഒരു പ്രഷ്യസ് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ അമ്മമാർക്കും തന്നെ വിലപ്പെട്ടതാണ്. കാരണം കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന ആ ഉച്ച സമയം, ആ സമയത്ത് പല കാര്യങ്ങളും നടക്കും. നമുക്ക് പഠിക്കാം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം, കുളിക്കാം എസ്പെഷ്യലി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളും അപ്പോഴാണ് നടക്കാറ്. ഏതായാലും എൻ്റെ ടൈം ദാ ഇപ്പം തുടങ്ങുകയാണ്. ഞാൻ ഒരു കോഫിയെ കുറിച്ച് പഠിക്കാതിരിക്കട്ടെ. ഇന്നെന്തോ നല്ല മൂഡാണ്. ചിരിച്ചുകൊണ്ടാണ് ഉറക്കം എണീറ്റത്. ചിരിച്ച് ഉറക്കം എണീറ്റ് വ്ളോഗ് ചെയ്യുന്നത് അറിഞ്ഞിട്ടാണോന്ന് അറിയത്തില്ല സുന്ദരി. ഇന്ന് ഭയങ്കര ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വിതറുമായിരുന്നു. എല്ലാ വീഡിയോയിലും ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആണ്. ഏതായാലും ഞങ്ങളുടെ ലഞ്ച് വെജി റോസ്റ്റും ചിക്കനുമാണ്. അപ്പം വെജീസ് ഫ്രോസണായിട്ട് വാങ്ങിച്ചതാണ്. അത് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. പ്ലസ് ചിക്കനും ഉണ്ട്. ഇനി നമുക്ക് കൊണ്ടുപോയി ഡയപ്പർ മാറ്റാം. ഡെയിലി എത്രത്തോളം ഡയപ്പർ മാറ്റുമെന്ന് ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മിക്ക ദിവസങ്ങളിലും ഇതൊക്കെ തന്നെയാണ്. ഇതിൽ 1-2 കൂടുതലോ കുറവോ വരാനാണ് സാധ്യത. നമ്മുടെ ചിക്കനും സെറ്റായിട്ടുണ്ട്. കഴിക്കുന്നേ വെജിറ്റബിൾ റോസ്റ്റ് ചെയ്തത് ചിക്കനും ഗ്രേപ്സ് ഒക്കെ സാധാരണ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കാറ്. പക്ഷേ അവൾക്ക് ഇങ്ങനെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ അവളിങ്ങനെ കടിച്ച് തിന്നോളും. ചിക്കനും വെജിറ്റബിളും ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അവളുടെ സൈസിന്. കഴിക്കാം. ആൻഡ് അവളുടെ ഒരു ബിഗ് വേർഷനാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. ഇതേ ബ്രോക്കലി, കുറച്ച് വെജിറ്റബിൾ എല്ലാം ഉണ്ട്, ആൻഡ് ചിക്കനും ഉണ്ട്. ഞങ്ങൾ കഴിക്കട്ടെ. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളയാള്, പക്ഷേ എന്നാലും റിപ്പീറ്റ് എനിക്ക് പറയാൻ വയ്യ. പക്ഷെ ജിലു കഴിക്കുമ്പോൾ എല്ലാം ഞാൻ നല്ല പ്രൗഡാണ് അവളെ തന്നെത്താനെ കഴിക്കാൻ പഠിപ്പിച്ചതിൽ. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനെ പഠിപ്പിച്ചത് നന്നായി അല്ലേ എന്ന്. ആക്ച്വലി അതൊരു ഞാൻ മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല. ഇപ്പോൾ ഈ ജനറേഷനിൽ ഒരുപാട് അമ്മമാരും കുഞ്ഞുങ്ങളെ തന്നെത്താനെ കഴിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് അവരെല്ലാവരും തന്നെ മനസ്സിലാക്കിയതിൻ്റെ, എന്നെപ്പോലെ തന്നെ അവരെല്ലാം മനസ്സിലാക്കിയതിൻ്റെയാണ്. ഞാൻ മാത്രമല്ല അങ്ങനെ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് ഇത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല കേട്ടോ. ഇതിന് സമയമുണ്ട്. നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം. പെട്ടെന്നൊരു ദിവസം ഇപ്പം പോലും ജിലു പെർഫെക്റ്റ് അല്ല. അവൾ കഴിച്ച് അവൾക്ക് വേണ്ടാത്ത സാധനമാണെങ്കിൽ അവൾ എറിഞ്ഞ് താഴെ ഇടും. അതെല്ലാം മാറി പെർഫെക്റ്റായിട്ട് കഴിച്ച് ക്ലീനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രായം എത്തും. ഒരു 5 വയസ്സിനുള്ളിൽ ഏതായാലും ഒരു നല്ല ടേബിൾ മാനേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളൊന്ന് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർക്ക് കൊണ്ട് പറ്റും. ഈ കുഞ്ഞു പിള്ളേർ പെട്ടെന്ന് പഠിച്ചെടുക്കും എല്ലാ കാര്യങ്ങളും. അതിൽ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും അല്ലേ. സ്വന്തം ഫുഡ് തന്നെത്താനെ വാരി കഴിക്കുക, സിപ്പിയിലോ അല്ലെങ്കിൽ സ്ട്രോ ഇട്ടോ വെള്ളം കുടിക്കുക, ഇതൊക്കെ ഒരു ബേസിക് കാര്യമാണ്. നമ്മൾ പിള്ളേരെ സാധാരണ എല്ലാം ഈ അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ് ഈ ടേബിൾ മാനേഴ്സ് പഠിപ്പിക്കുന്നത്. ഷൂ എടുത്തിട്ട് വന്നാ കുഞ്ഞ്. ആദ്യമായിട്ടാണല്ലോ ഞാൻ ഷൂ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഷൂ എടുത്ത് വന്നു. അവൾക്ക് ഞാൻ ഒരുങ്ങി നിന്നപ്പോൾ മനസ്സിലായി വെളിയിൽ പോകാനാണെന്ന്. പോവാം.
മഴ പെയ്യുന്നു. സോ ഞങ്ങള് പിള്ളേരെ വിളിക്കാനായിട്ട് ഇറങ്ങിയതാ. ഇതില് കൊട പിടിക്കുവോ? നമുക്ക് പേടിയാ. പതുക്കെ പതുക്കെ. ജിലു ഇങ്ങ് വാ. Round and round, round and round, the wheels on the bus go round and round, all through. ഒരു സെക്കൻഡ്, ഈ ബസ് എല്ലാ ബസ്സും പോകുമ്പോ ഇവിടുന്ന് ഡാൻസ് ചെയ്ത് കാണിക്കച്ചില്ല. നേരത്തെ ഇറങ്ങി, അതുകൊണ്ട് ജിലു ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യണം. എൻ്റെ ബാഗിൽ നിന്ന് ഒരു ചോക്ലേറ്റ് അടിച്ചു മാറ്റിയിട്ടുണ്ട്, പക്ഷെ തുറക്കാൻ അറിയത്തില്ല. ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ഉടനെ തന്നെ ഇവളിത് തുറക്കാൻ പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ജിലു വെയിറ്റ് കണ്ണോ. Hey bus wheels on the bus go round and round, round and round, round and round. ചച്ചന്മാരല്ലേ, ചച്ചന്മാർ നെക്സ്റ്റ് ബസ്സിലാണ്. കുട്ടികളെ അവരുടെ അമ്മ വന്നതിന് ശേഷം അവിടെ ആക്കിയിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. ഇനി ഒന്ന് ഫ്രഷ് ആക്കുക, ഇനി സ്ലീപ്പിങ്ങിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. സോ പാല് കൊടുത്താൽ ഉറങ്ങുമെന്ന് തോന്നുന്നു. അപ്പം ഈ ഇടയ്ക്കുള്ളൊരു ഹാബിറ്റാണ്, വൈകുന്നേരം ആകുമ്പം ഇത് കണക്ക ഡാൻസ്, മലയാളം പാട്ട്, ഡാൻസ് എല്ലാം ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നതാണ്. ഇനിയിപ്പം ഞാൻ കുക്ക് ചെയ്യുന്നവരെ അവള് ഇതും കണ്ടോണ്ടിരുന്നോളും, ഡാൻസ് ഒക്കെ. അല്ലേ ജിലു? അമ്മ കുക്ക് ചെയ്തിട്ട് വരുന്നവരെ, ഞാൻ കുക്ക് ചെയ്തിട്ട് വരുന്നവരെ ഇങ്ങനെ ഇരുന്നോണം. എടി, ഞാൻ ഡിന്നർ കുക്ക് ചെയ്തിട്ട് നാളെ ആ പപ്പായ്ക്ക് കൊണ്ടുപോകുന്നുള്ളതും കുക്ക് ചെയ്യണം. അതുവരെ അവളവിടെ ഇരുന്നോളും. വീട്ടിലെ ഗ്രഹനാഥൻ ദേ വന്നു കയറിയതേ ഉള്ളൂ. ജിലു സ്വിച്ച് ഇട്ടാണൊക്കെ മാറുന്നത് അച്ചാച്ചനെ കണ്ടു കഴിഞ്ഞാൽ. ഉടനെ അവൾ എന്നെ ഡിവോഴ്സ് ചെയ്യും. അവൾക്ക് എന്നെ അതിനുശേഷം വേണ്ട, ഡാഡേനെ മതി. ഡാഡേനെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, അങ്ങനെയൊക്കെ തന്നെയാണ് വന്നു കയറിയ. ഏതായാലും അച്ചാച്ചൻ വന്ന സ്ഥിതിക്ക് നമുക്ക് ജിലുവിനെ ഒന്ന് ഫ്രഷ് ആക്കാം. കാരണം ജിലു ഈ ഇടയ്ക്ക് വെള്ളത്തിനോട് ഇച്ചിരി പേടി കാണിക്കുന്നുണ്ട്. അവളുടെ സ്വിമ്മിങ് ലെസൺ നമ്മൾ ഈ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. എൻ്റെ സ്കെഡ്യൂളെല്ലാം കറക്റ്റായിട്ട് വരാത്തതുകൊണ്ട്. അപ്പം അത് നിർത്തിയതിന് ശേഷമാണോ എന്നറിയില്ല, ജിലുവിന് ഇച്ചിരി വെള്ളത്തിനോട് ഇച്ചിരി പേടി കാണിക്കുന്നു. സോ നമ്മൾ ഉടനെ തന്നെ ജിലുവിൻ്റെ സ്വിമ്മിങ് ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ ഇടയ്ക്ക് എവിടെയോ കേട്ടതായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പേടികളൊക്കെ അതിൻ്റെ സോഴ്സ് കണ്ടെത്തി നമ്മൾ തിരുത്താൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വേഗം ആ പേടി മാറും. എനിക്ക് എൻ്റെ കൊച്ച് കുറച്ച് ബ്രേവായിട്ടും നല്ല ധൈര്യത്തിലൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സോ അവൾക്ക് ഈ സമയത്ത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടാണ് അവളുടെ ആ പേടികൾ കുഞ്ഞു പ്രായത്തിലേ മാറ്റി കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെയായിരുന്നു നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ പേടികളോ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പോയിന്റ് ചുമ്മാ അവരോട് ഇങ്ങനെ പറയാതിരിക്കുക. കാരണം അങ്ങനെ പറയും തോറും അവരങ്ങനെ തന്നെ ആയി മാറുകയാണ്. അത് നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ഒരു തെറ്റാണ്. അത് മിക്ക അമ്മമാരും നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പണ്ട് ഈ അമ്മമാരെല്ലാം നമ്മളോടും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ആക്ച്വലി നമ്മളെ അങ്ങനെ ആക്കി മാറ്റും, നമ്മൾ അങ്ങനെ ആയില്ലെങ്കിൽ പോലും. സോ അങ്ങനെ ഒരു മിസ്റ്റേക്ക് നമ്മൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളോട് ചെയ്യാതിരിക്കുക. ഇപ്പോഴത്തെ ജനറേഷനിൽ ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാം നന്നായി തന്നെ വരട്ടെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും എല്ലാം വളരെ വാല്യുബിളാണ് ഞങ്ങൾക്ക്. ആൻഡ് അത് ഒരുപാട് ഇൻസ്പിറേഷനാണ് പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. ചെറിയൊരു പോസിറ്റീവ് കമൻറ്റ് വരുമ്പോൾ യെസ്, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. സോ പ്ലീസ് ഡു കമൻറ്റ്. അത് മീൻസ് എ ലോട്ട് ടു മീ. And thank you so much for watching. See you another video. 1, 2, here we go.